Hello guys, welcome back. Welcome back. And this is part 4 of OG movie. Yes. So if you haven't watched part 1, 2, 3, Go check it out. 1, 2, 3, അത്രേ ഉള്ളൂ. Go check it out. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. Do let us know what we have to react next. And what else? How is the movie so far? So far, Very good. Out of 10, how much you'll give? 9.5. 9.5. That's a pretty good rating. വന്നല്ലോ അപ്പൊ പടം കണ്ടിട്ട് പോയാൽ ഓക്കെ. So our camera woman is sick. That's why you can hear that beautiful cough at the background. Okay. so we will start. So we'll start. 3, 2, 1 and go. മേഡം ഒന്ന് ഫോൺ ചെയ്തോട്ടെ. താരെ കണ്ടിരുന്നോ? അങ്ങോട്ട് പോയി മാഡം. താര കാഴ്ച തീർക്കാതെ ഇവിടെ പോയി നിൽക്കുന്നേ. പറഞ്ഞിട്ടില്ല നിന്നോട് എത്ര പ്രാവശ്യം പറയണം? കൺമണി സുഖാണോ മോളെ? ദാദാ, നിങ്ങൾ എപ്പോഴാ വന്നേ? എന്റെ കത്തുകളൊക്കെ കിട്ടിയിരുന്നോ? തിരിച്ച് മറുപടി ഒന്നും കിട്ടാത്തോണ്ട് കിട്ടിക്കാണില്ലെന്ന് ഞാൻ വിചാരിച്ചു. എന്റെ ആശയും ആഗ്രഹവും ഇത്ര നാൾ ഞാൻ വരാതിരുന്നത്. പക്ഷെ ഇപ്പോ മുഴുവൻ ബോംബെക്കും അവനെ ആവശ്യമുണ്ട്. വില്ലൻ നല്ല ഇത് കൊടുത്തിട്ടുണ്ടല്ലേ? ഇവനല്ല വില്ലൻ. ഇമ്രാൻ ഹാഷിമി ഇന്ത്യക്കാരനാണ്. എന്തോ നിങ്ങളുടെ അച്ഛൻ വന്നിട്ടുണ്ട്. എന്റെ അച്ഛന് നിങ്ങള് ആരായിട്ടാ വരാ? ദാദാ, ഞാൻ ചീഫിലൂടെ ഉള്ളപ്പോ ഈ വീടിനോ നിങ്ങളുടെ രണ്ട് മക്കൾക്കോ ഒന്നും സംഭവിക്കില്ല. എനിക്ക് മക്കൾ രണ്ടുപേരല്ല, 3 പേരാ. അങ്ങനെ പറഞ്ഞിട്ടാണ് പോയത്. അല്ലേ, നമ്മൾ ഓൾറെഡി കണ്ടതല്ലേ? എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ചുമ്മാ ഇരുന്ന് കാണണമെന്നല്ല പറയണം. അല്ല, ഞാൻ പറയായിരുന്നു, ഞാൻ അതിനകത്ത് നടക്കപ്പോത് യുദ്ധം. ഇനി നമുക്ക് പൊളിക്കാം. ഇതാ പുള്ളി തന്നെയല്ലേ ഫസ്റ്റ് എന്തിട്ടുണ്ടായത്? ഹോസ്പിറ്റലിൽ മൊത്തം പൊട്ടിക്കുന്ന തോന്നുന്നത്. എവിടെ അടക്കണം ചുമ്മാ കാണുന്ന ആൾക്കാരെ വീട്ടിൽ നിങ്ങളെ തേടി ഈ ഹോസ്പിറ്റൽ മുഴുവൻ വളഞ്ഞേക്കുക. ജിമ്മി ജിമ്മി ആൻഡ് ഓമി. ഞാൻ വന്ന കാര്യം ഒന്നും പറയണ്ട. മോളെ പിടിക്കും. ഞാൻ മോളെ വരണ്ടാന്ന് പറഞ്ഞിട്ട് പോയതാ. ആകെ AK-47 ദാദാ വിത്ത് AK-47. കലാഷ്നിക്കോ. ജീവനോടെ പിടിക്കണം. ഫ്രസ്ട്രേഷൻ കണ്ടോ? കാരണം അവളോട് ഇറങ്ങണ്ടെന്ന് പറയുന്നത് അവിടെ തന്നെ ഇരുന്നാ മതിയായിരുന്നു. അല്ലെങ്കിലും women always do stupid things. Women. അല്ലേ? പക്ഷേ നോട്ട് എവറി വുമൺ. കുറെ സിനിമയിലൊക്കെ അത് There are some stupid women. അടിപൊളി. That was nice. ഈ ടൈം എനിക്ക് പുള്ളിക്കാരന്റെ ബാംഗിൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് പ്രത്യേക ടൈപ്പ് ബാംഗിളാ, നമ്മുടെ ബാംഗിൾ പോലത്തെ അല്ല. ഇടിവളിയാ. പക്ഷെ ഇടിവളയല്ല, അത് വേറെ ടൈപ്പ് ഇടിവളയാ. കണ്ടോ, ഒരു
മാർബിൾ ടൈപ്പ് സാധനം. നൈസ്. ആരായിരിക്കും? ഓ അതുകൊണ്ടാ ചെലവ് പറഞ്ഞേ. So imagine the impact he will be. ദാദനെ പിടിച്ചോണ്ട് പോയതിന് ആ കത്തിയും വെച്ച് വന്ന് എല്ലാത്തിനെയും പൂശിയിട്ട് വൈഫിനെ കൊന്നപ്പോ എന്തായിരിക്കും? ഹലോ ഗീതമ്മേ, ഞാൻ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. ജിമ്മിയുടെ ആളുകൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടു. ആരെയും വെറുതെ വിടില്ല. ദാദമ്മ എന്നാണോ വിളിച്ചത്? അറിയില്ല. മോനെ She is the eldest son's മരിച്ചുപോയില്ലേ വൈഫ്. അർജുൻ ഇല്ലേ, അർജുൻ ദാസിന്റെ അമ്മ അത്. നേരത്തെ സീനി കാണിച്ചില്ലേ? വണ്ടികൾ യൂസ് ചെയ്തേക്കണോ ടാറ്റ? ഞാൻ ഇപ്പഴാ നോട്ടീസ് ചെയ്യുന്നത്. തമനസ് അല്ലേ? പെർഫെക്റ്റ് ആണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതിനകത്ത് അല്ലേ? കറക്റ്റ് എല്ലാ പർട്ടിക്കുലർ ഞാൻ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന്. He is here for the container. അധികം താമസിയാതെ എന്റെ അനിയൻ നിങ്ങളുടെ സത്യദാതയുടെ കഴുത്തിൽ കത്തി വെച്ച് ആ കണ്ടെയ്നർ എവിടെയാ ഉള്ളതെന്ന് എനിക്ക് പറഞ്ഞു തരും. ഷോർട്സ് ഒക്കെ അടിപൊളിയാണ്. ഒരു സീനുണ്ട് പോലെ, അതാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. തടയല്ല, കൊല്ല വേണ്ട മരണക്കളവരെ. മോളെ രക്ഷിക്കാൻ വേണ്ടിട്ടാ ഗീത ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ രക്ഷിക്കാൻ ആര് വരും? ആരെങ്കിലും വിളിച്ചോണ്ടരാനുണ്ടെങ്കിൽ വിളിച്ചോണ്ടോ. ഷോട്ട് അല്ലേ? കറക്റ്റ് ഇങ്ങനെ വന്ന് ഇങ്ങനെ ആയിപ്പോയി. ഒരു ബുള്ളറ്റ് യൂസ് ചെയ്തുള്ള ഒരു ബുള്ളറ്റ് മിതമായി അവിടെ ഒരു ജീവൻ നഷ്ടമാകും. ജിമ്മി, ആ കിളവൻ രക്ഷപ്പെട്ടു. ആ കിളവൻ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയായിരിക്കും. ഒരെലി അതിന്റെ മാളത്തിന് പുറത്ത് ചാടിക്കണമെങ്കിൽ അതിന്റെ മൂട്ടിന് തീ വെക്കണം. ചേട്ടൻ എവിടെ കത്തിക്കുന്നു, അനിയൻ എവിടെ കത്തിക്കുന്നു. ഒരു ബിൽഡപ്പ് ഉണ്ടല്ലോ അല്ലേ? സംതിങ് ഇസ് അബൌട്ട് ടു ഹാപ്പൻ. ആ ഒരു ബിൽഡപ്പ് കൊടുക്കുന്നുണ്ടല്ലോ. there is no hope എന്നുള്ളൊരു സിറ്റുവേഷനിലല്ലേ?
ഈ പോർട്ട് ഈ നിമിഷം മുതൽ നമ്മുടേതാണ്. മൂപ്പര തീയുടെ നടുക്കാ നിക്കുന്നത്, സൈഡിലൊക്കെ തീയാ. നമ്മളെവിടെ തടയാനായിട്ട് ഒരുത്തനും ഉണ്ടാവില്ല. ഇയാളെ കണ്ടിരുന്നോ? ഊപ്പര തീന ചുമ്മാ നടക്കോളൂ. അവിടെ നോക്ക്, എന്താ അവിടെ സംഭവിക്കുന്നത്? അയ്യോ ആ കണ്ടെയ്നർ എവിടെയാണെന്ന് പറയും മോളെ. എന്നോട് പറഞ്ഞ ഈ ഒരു ആപത്ത് കൊണ്ട് എല്ലാം തീരും. ഈ പോർട്ട് നമുക്ക് രക്ഷിക്കാൻ പറ്റും. ചത്തില്ലേ? ഇവിടെ എവിടെ വെച്ചാ ഭൂമി പറഞ്ഞ സമയം കൂടുതൽ ആലോചിക്കാൻ നിൽക്കണ്ട. ഹലോ ഞാൻ പറയാം. പക്ഷെ അതിനു മുൻപ് എനിക്ക് നിങ്ങളോടൊരു കഥ പറയാനുണ്ട്. കുറെ വർഷങ്ങൾക്ക് മുൻപ് ഒരു രാജ്യത്ത് രാജാവിനൊപ്പം തുണയായി എത്തി. കൂടെ വന്നതുകൊണ്ട് അയാൾ ആ രാജ്യത്ത് തങ്ങാനാണ് വന്നതെന്ന് എല്ലാവരും കരുതി. പക്ഷെ ആ രാജാവിന് ഒരിക്കലും തല കുടിക്കാൻ അവസരം കൊടുക്കാതെ ആ രാജാവ് മ്യൂസിക് കണ്ട ബിൽഡപ്പ് ആവുന്ന ബാക്കില് രക്തബന്ധമൊന്നുമില്ലെങ്കിൽ പോലും രാജാവിന് ശരിയായ ഒരു അവകാശം കിട്ടിയെന്ന് ആ നാട്ടിലെ ജനങ്ങൾ കരുതി. ശത്രുക്കളെല്ലാം അവരുടെ മരണഭയത്താൽ ദൈവത്തോട് അപേക്ഷിച്ചിട്ടുണ്ടാവുമോ എന്തോ. ദിവസം ആ രാജാവിനെയും രാജ്യത്തെയും ഉപേക്ഷിച്ച് വളരെ ദൂരെ എവിടെയോ പോയി. എല്ലാം ചാവും നോക്കിയോ. You guys are screwed. നമ്മളിത് തിയേറ്ററിൽ ഇരുന്ന് പറഞ്ഞ ഡയലോഗാ. തീർന്നു ചട്ടി ചട്ടി പ്രണയത്തിന് വേണ്ടി യുദ്ധം ഉപേക്ഷിച്ച മനുഷ്യന് ഇപ്പൊ സ്വന്തം പ്രണയത്തെ തന്നെ കൊല്ലേണ്ടി വന്നു. അവന്റെ മുമ്പിൽ ഇനി ബാക്കിയുള്ളത് ആദ്യം എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ ബ്ലഡ് കണ്ടോ മനസ്സിലായ ആ സാധനത്തില്. ഓ എന്നെ ഷോട്ടാണ് അത്. ബാക്കിൽ ഓബി ഒന്നും അറിയാതെ നിൽക്കുക. ഇവൻ ഏതവനാണത്? അതൊരു ഡയലോഗ്. അത് വിഷയം. അവർക്കൊക്കെ അറിയാം, ചിലവർക്കൊക്കെ അറിയാം കേട്ടോ. ഞാൻ പോകുന്നില്ല. പഴയ ആൾക്കാർക്ക് അറിയാം, മനസ്സിലായ. ലൈക്ക് ദിസ് സീൻസ് വേണം നമുക്ക്. പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. തീർന്നടാ, നീ തീർന്ന്. ആ ബൈക്ക് പോലെ കേട്ടോ, കൈ മാത്രം വെച്ചിട്ട്. ഫൈറ്റ് ഒക്കെ
ഇതായത് ആരാന്ന് എനിക്ക് അറിയണം. ഓയ്യോ ഇവരെ പണ്ട് വെട്ടിവിട്ടതല്ലേ, മനസ്സിലായോ? ഷോട്ടാണത്. ഇവര് പേടിയായി. ഭവനെ പോവാതാ. ബുഗിമാൻ. ഇവൻ തിരിച്ചു വരാൻ ഞാൻ ചെകുത്താനോട് പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല. കയ്യൊക്കെ പോയിട്ടുണ്ടോ? ചെകുത്താന്മാര് പോലും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവൻ തിരിച്ചു വരല്ലേ എന്ന്. ഡയലോഗ്. നിന്റെ സമയം അവസാനിച്ചു. ഇനി ഗംഭീരയുടെ സമയം തുടങ്ങുകയാണ്. Blood with fire, bro. കുത്തി കത്തിച്ചു കൊന്നു. നോക്ക് പൊട്ടിത്തെറിച്ച് വണ്ടി. കണ്ടത് ഇതൊക്കെ തിയേറ്ററിൽ ഇരുന്ന് കാണാനായിരുന്നു. എന്നാ സിനിമാറ്റോഗ്രാഫി നോക്കിയല്ലേ. അയ്യോ ചേട്ടാ പോലെ ഗൂസ്ബംസ് കേറി. നിനക്കുള്ളതാ ആ ഫോൺ കോൾ. തല തെറച്ച സീനാണ്. അവര് ഷോട്ട് ഭയങ്കര ഇതാ. നിന്റെ അനിയന്റെ തലർത്ത് കഴിഞ്ഞു. അടുത്ത നിന്റെയാ. കണ്ണിൽ കൂടെ ഫയർ കണ്ട, കണ്ണില് ഫയർ ഓപ്പോസിറ്റ്. ഊജി വന്നിട്ടുണ്ടാ. അവന്റെ ആണോ എന്റെ ആണോ എന്നറിയില്ല, പക്ഷെ ഉറപ്പായും തലർത്തിരിക്കും. എന്നെ ഷോട്ടാണ്, എന്നെ ഷോട്ടാണ് അത്. മ്യൂസിക് ആണ്. ഓ ഇതാണ് ടൈറ്റിൽ കാർഡ്. അല്ലല്ല, ഇന്റർവെല്ലിട്ടതാ. അതാ ഞാൻ പറഞ്ഞ കണ്ണില് കണ്ട ഇരിക്കുന്നേ. ഫയർ സ്റ്റോം ഈസ് ഹിയർ. ആ കണ്ണിലെ കണ്ട ഇരിക്കുന്ന ജോണി. Now we are making it a little more easy. Yeah. We'll try to conclude in that Yes. maximum. Yeah. See, movie the movie is something else. ലൈക്ക് ഞാനൊരു KGF സലാറൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്നത്. ഈ KGF സലാർ ആ ഒരു ടീമാണ്. പ്യുവർ ഗൂസ് ബംസ് മൂവിയാണത്. തീർച്ചയായിട്ടും ഇറ്റ്സ് ഓൺ സെയിം ലെവൽ. ലൈക്ക് നമുക്ക് അതൊക്കെ കാണുമ്പോൾ ഉള്ള ഒരു സെയിം ഗൂസ് ബംസ് മൊമെന്റ് ആണ് നമുക്ക്. എനിക്ക് ആ ഇന്റർവെൽ സീനിൽ തലയൊക്കെ വെട്ടിക്കളയുന്ന ഒരു സീനാണല്ലോ. to appreciate the editor and the cinematographer has done a same job that as തമൻ ചെയ്തേക്കുന്നതിന്റെ ആ ഒരു സെയിം ജോബ് അവരും ചെയ്തിട്ടുണ്ട്. അതേപോലെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ക്യാമറമാൻ. അതാണ് സിനിമാറ്റോഗ്രഫി. ഫൈറ്റ് കൊറിയോഗ്രാഫർ ബ്രില്യന്റ് ആണ്. അതാണ് എന്നൊക്കെയല്ലേ. VFX-ഉം കൂടി ഇല്ലെങ്കിൽ നടക്കത്തില്ല. VFX കൊണ്ട് അതാണ് VFX-ഉം ആ ടീം ഇറ്റ്സെൽഫ് ഈസ് റിയലി ഗുഡ്. അങ്ങനത്തെ ടീം കിട്ടണം, അങ്ങനത്തെ ടീം വേണം. So that's it, guys. So if you haven't watched part 1 and 2, go check it out. Goodbye.